എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് OTT റിലീസായിട്ടുണ്ട്. അതുപോലെ ഈ ആഴ്ച 15 സിനിമകളാണ് OTT വരുന്നത്. മാർക്കോ, ED, ബറോസ് ഇവയുടെ OTT എത്തിയിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രിയും OTT റിലീസുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുറി വന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജയ്, സോന, നിഷാദ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മുറിവിൻ്റെ മലയാളം വെർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്നാണ് സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹക്കീം, സോന, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു മാസ് ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുകയാണ്. ഇന്ന് സൺനെസ്റ്റിലാണ് കടകൻ എന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് കടകന് ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് നേർച്ചപ്പെട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ മൂവിയാണ്. ഈ സിനിമ ഇന്ന് സൈനാബിളയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നേർച്ചപ്പെട്ടി. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. ഇതൊരു 3D സിനിമയാണ്. ക്രിസ്മസിനാണ് സിനിമ റിലീസായത്. സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ഹോട്ട്സ്റ്റാർ ആണ്. റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ ബറോസ് സിനിമയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ബറോസിൻ്റെ 4K പ്രിന്റ് ഇപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് ഇങ്ങനൊരു തിരിച്ചടി ആരും പ്രതീക്ഷിച്ചില്ല. സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും സിനിമയുടെ HD പ്രിന്റ് വന്നിരിക്കുകയാണ്. ഇനി OTTക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യില്ല. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. വരുൺ ധവാൻ, കീർത്തി സുരേഷ്, സൽമാൻ ഖാൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിൻ്റാണ് ലീക്കായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ആരും തന്നെ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഒറിജിനൽ 4K പ്രിൻ്റ് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് റൈഫിൾ ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു മാസ് മൂവിയാണ്. ദിലീഷ് പോത്തൻ, ഉണ്ണിമായ, സുരഭി, ദർശന ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും റൈഫിൾ ക്ലബ് എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30 സിനിമ OTTയിൽ വരും. സിനിമയ്ക്ക് മികച്ച അഭിപ്രായം കിട്ടിയത് കൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT പ്ലാറ്റ്ഫോം റൈഫിൾ ക്ലബ് വാങ്ങിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രഭയായി നിലച്ചതെല്ലാം എന്ന സിനിമയെക്കുറിച്ചാണ്. കന്നിക്കുസൃതി, ദിവ്യപ്രഭ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വിവാദം ഈ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് മൂവിയാണ്. സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്തിൽ നിന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ത്രയം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഡയാന, ധ്യാൻ ശ്രീനിവാസൻ, അനാർക്കലി, സണ്ണി വെയിൻ, അജു വർഗീസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഡിസംബറിൽ സിനിമ വരുമെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ത്രയം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം ജനുവരി 9 ആമസോൺ പ്രൈമിൽ ത്രയം എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ത്രയത്തിന് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് ഹലോ മമ്മിക്ക് ലഭിച്ചത്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറാണ് അവസാനം ഹലോ മമ്മി എന്ന OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ ജനുവരി 9 OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ചയാണ് ഹലോ മമ്മി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്.
കാരണം സിനിമ നല്ല ഹൈപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ സിനിമ വന്നിട്ടില്ല. സർപ്രൈസായിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ദിലീപ് തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ ബാന്ദർ എന്ന സിനിമ ഈ ആഴ്ചയിൽ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 5-നായിരിക്കും ബാന്ദർ സിനിമ ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ധ്യാൻ, റഹ്മാൻ, ബാബു ആന്റണി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാന്റെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ് എന്ന സിനിമ. ഇതൊരു ഫാമിലി ഡ്രാമ മൂവിയാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ബാഡ് ബോയ്സ് എന്ന സിനിമ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ അടുത്ത ആഴ്ചയായിരിക്കും റിലീസ്. ജനുവരി 9-ന് ഹോട്ട്സ്റ്റാറിൽ ബാഡ് ബോയ്സ് എന്ന സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ എക്സ്ട്രാ ഡീസൻ എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിനാണ് ED ഇറങ്ങിയത്. ഇപ്പോഴത്തെ സിനിമ HD പ്രിന്റ് വന്നിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഗ്രേസ് ആന്റണിയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഒരു കോമഡി ഫാമിലി മൂവിയാണ്. ED സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി അവസാനമായിരിക്കും സിനിമയുടെ റിലീസ്. എന്നാൽ ഇപ്പോൾ ED സിനിമയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ 4K HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇനി OTTക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യില്ല. ED അങ്ങനെ എത്തിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ആനന്ദ് ശ്രീബാല. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ആനന്ദ് ശ്രീബാലയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് സിനിമ റിലീസ്. ജനുവരി 9-ന് ഹോട്ട്സ്റ്റാറിൽ ആനന്ദ് ശ്രീബാല OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ജോർജ് ജോർജാണ് സിനിമയിലെ നായകൻ. അതുപോലെ സാഗർ സൂര്യയും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി. സോണി ലിവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലായിരിക്കും പണി സിനിമയുടെ OTT റിലീസ്. ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കുന്നത് ജനുവരി 10-15. ഈ ദിവസത്തിലായിരിക്കും പണി സിനിമ സോണി ലീവിൽ വരുന്നത്, അതായത് അടുത്ത ആഴ്ച. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഇവരാണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ കാതലൻ എന്ന സിനിമ OTTയിൽ വന്നിട്ടില്ല. ഇന്നലെ സിനിമ സർപ്രൈസായിട്ട് വരുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ കാതലൻ പോസ്റ്റ്പോൺ ചെയ്തു. ഇതുവരെ സിനിമ വന്നിട്ടില്ല. നസ്ലിൻ, അനിഷ്മ, ദിലീഷ് പോത്തൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ അടുത്ത വീക്കിൽ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജനുവരി 5 അല്ലെങ്കിൽ 9 ഈ തീയതിയിലായിരിക്കും കാതലൻ സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവന, അതിഥി ദേവി, രഞ്ജി പണിക്കർ, അജ്മൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഹണ്ട് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങിയിട്ട് ഇതുവരെ OTT വന്നിട്ടില്ല. ഇപ്പോഴിതാ ഹണ്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 10-ന് ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാർക്കോ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 80 കോടി 50 ലക്ഷം രൂപ മാർക്കോ സിനിമ കളക്ഷൻ നേടി. കേരളത്തിൽ നിന്ന് മാത്രം 40 കോടി 10 ലക്ഷം. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരം നെറ്റ്ഫ്ലിക്സിൽ മാർക്കോ എന്ന സിനിമ OTT റിലീസ് ചെയ്യും. പക്ഷേ സിനിമയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് ഇതുപോലെ പണി കിട്ടുമെന്ന് ആരും കരുതിയില്ല. മാർക്കോ സിനിമ ഇപ്പോൾ എല്ലായിടത്തും HD പ്രിന്റ് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാർക്കോ സിനിമ കാണുക. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.